ഹായ് കൂട്ടുകാരെ, ഇന്നൊരു പുഴുക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായിട്ട് 1/2 ഗ്ലാസ് ചെറുപയറും 1/4 ഗ്ലാസ് മുതിരയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കാം. കൂട്ടുകാരെ, കാച്ചിൽ കൊണ്ടുള്ള ഒരു പുഴുക്കാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കാച്ചിൽ ഞാൻ പടർത്തിയെടുത്തിട്ടുള്ളത് എൻ്റെ നെല്ലിക്ക മരത്തിലാണ്. വൃശ്ചിക മാസത്തിലാണ് കാച്ചിൽ പറിക്കാൻ പറ്റിയ സമയം. മരത്തിൻ്റെ താഴെ ഞാൻ മണ്ണിങ്ങനെ കൂട്ടിക്കൊടുത്തിട്ട് ആ മണ്ണിൻ്റെ മുകളിലാണിത് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത്. കിഴങ്ങ് നമുക്ക് പറിച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ വള്ളികളിലും ഇതിൻ്റെ വിത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇത് നല്ല പോഷകസമ്പുഷ്ടമായ ഒരു കിഴങ്ങും കൂടി ആണ്. ഇതിനെ പാലക്കാട്ടുകാർ കാച്ചക്കിഴങ്ങെന്നാണ് പറയുക. കാച്ചിലിൻ്റെ മുകളിൽ കായ്ക്കുന്ന ഈ കിഴങ്ങിനെ കാച്ചക്കിഴങ്ങെന്നാണ് പറയുക. ഇങ്ങനെ വള്ളിയിൽ തൊങ്ങി ഇങ്ങനെ കിടക്കും. വൃശ്ചിക മാസത്തിലാണ് ഇത് ഞാൻ പറിച്ചെടുക്കുക. ഈ വള്ളികളിൽ നിന്നും ഇത് പറിച്ചെടുക്കും. ഇത് എന്നിട്ട് അടുപ്പത്ത് നമുക്ക് ചുട്ട് തിന്നാം, അല്ലെങ്കിൽ പുഴുങ്ങിയും തിന്നാം. നല്ല ടേസ്റ്റാണ്, ശരീരത്തിന് വളരെ നല്ലതാണ്. കുറച്ച് ഗ്യാസൊക്കെ ഉണ്ടാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പെരുംജീരകം കൂടി മേലെ കഴിച്ചാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവുകയില്ല. ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ഇത് നിറയെ ഉണ്ട് വള്ളികളിൽ. ഇനി നമുക്ക് പുഴുക്ക് വയ്ക്കുന്നതിനായിട്ട് ഇതിൻ്റെ അടിയിൽ നിന്നും കാച്ചിലിനെ പുഴക്കിയെടുക്കാം. ഇതിൻ്റെ വള്ളികളൊക്കെ ഞാൻ ഈ കിഴങ്ങിൽ നിന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കൈക്കോട്ടിൽ തട്ടാതെ വേണം പുഴക്കിയെടുക്കാൻ. ഇങ്ങനെ വെട്ടിയ ശേഷം ഇങ്ങനെ പുഴക്കി മാറ്റിയാൽ മതി. അത്യാവശ്യം വലിയൊരു കാവുത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നല്ല വെയിറ്റ് ഉണ്ട്. നമുക്കിത് കഴുകിയെടുക്കാം. ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ഇവനെ നമുക്ക് കഴുകിയെടുക്കാം. 3 എണ്ണമാണ് ഇതിലുള്ളത്. നല്ല ടേസ്റ്റായിരിക്കും. ഇതിൻ്റെ വിത്തുകൾ എല്ലാം തന്നെ ഈ മണ്ണിനെ വീണ്ടും കൂട്ടിക്കൊടുത്ത് അതിലേക്ക് നട്ട് കൊടുക്കണം. എന്നാലേ അടുത്ത വർഷത്തേക്ക് ഇതിൻ്റെ കായ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇതിൻ്റെ മൂക്ക് ഈ ഭാഗം വെട്ടി ഇതിൽ തന്നെ നട്ടു കൊടുക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ളതും നമുക്ക് ആയി വരും. 3 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് നല്ല പോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ മണ്ണൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഒരു 5 കിലോ ഉണ്ടാവും. ഇതിൽ വളമൊന്നും ഞാൻ ചേർക്കാതെ ഉണ്ടാക്കിയത്, രാസവളമൊന്നും കൂട്ടാതെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇത് പലതരം കറികൾ ഇതുകൊണ്ട് വയ്ക്കും. ഒരു രീതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വീണ്ടും ഞാൻ നെല്ലിക്ക മരത്തിൻ്റെ താഴെ ഇങ്ങനെ മണ്ണ് കൂന കൂട്ടി കൊടുത്തിട്ടുണ്ട്. അമ്മയും മക്കളെയും ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലേക്ക് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കാം അടുത്ത വൃശ്ചിക മാസത്തിൽ വീണ്ടും പറിക്കാൻ വേണ്ടി. ഇങ്ങനെ 2 മരക്കൊമ്പ് കൂടി നെല്ലിക്ക മരത്തിലേക്ക് ചാച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് പടർന്ന് കയറിക്കോളും മഴക്കാലം ആവുമ്പോൾ. കാവത്ത് കൊണ്ടുള്ള പുഴുക്കാണ് പരിചയപ്പെടുത്തുന്നത്. കാവത്ത് ഇങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കൊത്തി അരിഞ്ഞ് വേണം വേവിച്ചെടുക്കാൻ. ചെറുപയറും മുതിരയും വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. 2 മൊന്തങ്കായ കൂടി ഇതിലേക്ക് കൂട്ടിക്കൊടുക്കുന്നുണ്ട്. മൊന്തങ്കായ നല്ലപോലെ തോല് കളഞ്ഞ് വേണം ചേർക്കാൻ. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഞാൻ മൊന്തങ്കായയും ചെറുപയറും മുതിരയും കാവത്തും ഇട്ട് കൊടുത്തിരിക്കുകയാണ്. വേവിച്ചെടുക്കാനാണ്. കാവത്ത് ഇങ്ങനെ കൊത്തിയിട്ട് വേണം ഇടണമെങ്കിൽ. കടയിൽ കിട്ടുന്ന കാവത്തിന് അഥവാ കാച്ചിലിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. നല്ല പൊടിയാണ് ഇതിന്. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. മൊന്തങ്കായ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതും വീട്ടിലുണ്ടായതാണ്. ഇനി നമുക്കിതിന് പാകത്തിന് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. വെള്ളം അധികം ഒഴിക്കരുത്. ഈ മുതിരയും ചെറുപയറും ഞാൻ ആദ്യമേ വേവിച്ചെടുക്കാത്തത് വെന്തുടയാതിരിക്കാനാണ്. വെന്തുടഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഒപ്പം അത് വെന്തോളും. ഈ വെള്ളം മതിയാവും. ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. പുഴുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 3/4 മുറി നാളികേരമാണ് ചിരുവി എടുത്തിട്ടുള്ളത്. 5 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേങ്ങയിൽ, അതായത് നാളികേരത്തിൽ ഇട്ടാണ് അരയ്ക്കുന്നത്. 1/4 ടീസ്പൂൺ ചെറുജീരകം കൂടി എടുത്തിട്ടുണ്ട്. ഇത് അവിയലിന് ചതയ്ക്കും പോലെ നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ചതച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. പാകത്തിന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്.
ഇനി ഇത് നമുക്കൊന്ന് ഈ ചട്ടുകം വെച്ച് തന്നെ കൊത്തി കൊടുക്കാം. അപ്പോൾ ഈ കിഴങ്ങൊക്കെ ഒന്ന് ചെറുതാവും, എല്ലാതുമായിട്ടൊന്ന് യോജിക്കും. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് ഇളക്കിയ ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഈ ഒരു പരുവത്തിലാണ് വെള്ളം ചേർക്കാതെ ചതച്ചെടുക്കേണ്ടത്. നമുക്കിതിലേക്ക് കൊട്ടിക്കൊടുക്കാം. തീ കുറയ്ക്കണേ. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി മറിക്കാം. ഈ ഒരു അരപ്പ് ഒന്നും ഇങ്ങോട്ട് വേവണം. അതിനാണ് നമ്മളിങ്ങനെ ഇളക്കി ചെറിയ തീയിൽ വയ്ക്കുന്നത്. എല്ലാ ഭാഗവും എത്തും വിധം ഒന്ന് ഇളക്കി മറിക്കാം. പുഴുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ രുചിയാണ്. ട്രൈ ചെയ്യൂ. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. തിരുവാതിരയ്ക്കാണ് പുഴുക്ക് ഉണ്ടാക്കാറ്. പക്ഷേ ഈ ഒരു നവംബർ ഡിസംബർ മാസത്തെ തണുപ്പിൽ വിശന്നിരിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. വെറുതെയും കഴിക്കാം. ഇത് ചോറിനും കഴിക്കാം, കഞ്ഞിക്കും കഴിക്കാം. കുട്ടികളുടെ ആരോഗ്യം നിലനിർത്താനും ശരീരം പുഷ്ടിപ്പെടാനും ഈ ഒരു പുഴുക്ക് ഉത്തമമാണ്. പക്ഷേ അവർ ഇങ്ങനത്തെ ഒന്നും കഴിക്കാൻ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് മാംസവും മുട്ടയും ഒക്കെയാണ് ഇഷ്ടം. കഴിച്ചാൽ കാര്യമുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. ഇനി വേണമെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.